ഇപ്പോൾ ചാനൽ 10 ഉൾപ്പെടെയുള്ള ന്യൂസ് ചാനലുകൾ അവരൊക്കെ കൊടുത്ത വാർത്ത വളരെ ശ്രദ്ധാപൂർവം അത് വലിയ തുണയായി. ഞങ്ങളെ വളരെ കാലത്തെ ഒരാശങ്കയ്ക്ക് പരിഹാരമായി എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. പക്ഷെ രാത്രി കിടന്നാൽ രാവിലെ നീക്കുമെന്നുള്ള ധൈര്യം ഇപ്പോഴും ഞങ്ങൾക്കില്ല. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മണ്ണാർമല തിണ്ടിലംകുന്ന് പ്രദേശത്തെ ജനങ്ങളുടെ ഭീതി ഒഴിയുന്നു. വർഷങ്ങളായി പ്രദേശവാസികളുടെ പേടി സ്വപ്നമായിരുന്ന ഏതു നിമിഷവും വിടാൻ പാകത്തിലുള്ള പാറക്കല്ല് പൊളിച്ചു നീക്കാൻ സർക്കാർ ഉത്തരവായി. 25 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. വർഷങ്ങളായി മണ്ണാർമല തിണ്ടിലംകുന്നിന് സമീപത്ത് താമസിക്കുന്ന നൂറുകണക്കിന് ജനങ്ങളുടെ ജീവന ഭീഷണിയായിരുന്ന പാറക്കല്ല് മുറിച്ചു മാറ്റാനാണ് സർക്കാർ ഉത്തരവായിരിക്കുന്നത്. സർക്കാരിന്റെ ഉത്തരവ് വന്നതോടെ ഇവിടുത്തെ ജനങ്ങൾക്കും ഒരു പ്രതീക്ഷ കൈവന്നിരിക്കുകയാണ്. അത് പല വിഷയങ്ങളാണ് അതിന് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത്. ഒന്ന്, ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു വിഷയം. രണ്ടാമത്, അത് അവിടുന്ന് നീക്കം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന താഴത്തെ വീടുകൾക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൻ്റെ അപര്യാപ്തതയും ഒക്കെ അതിൽ പ്രധാന കാരണമാണ്. അങ്ങനെ ഒരു 2000-ന് ശേഷം വിദ്യാഭൂഷണി ഗ്രന്ഥാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത് ടേക്കപ്പ് ചെയ്യുകയും നാട്ടുകാർ അതിൻ്റെ കൂടെ നിൽക്കുകയും ജില്ലാ കളക്ടറുമായിട്ട് സമീപിക്കാനും ഈ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കാനും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ഫണ്ടിൻ്റെ അപര്യാപ്തതയും പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളും ഇത് നീക്കം ചെയ്യുന്ന പ്രശ്നങ്ങളും തന്നെയാണ് പ്രധാന കാരണം. ഏതായാലും ഇപ്പോൾ ഒരു അനുകൂല സാഹചര്യത്തിൽ ഫിറോസ് ഇവിടെ വാർഡ് മെമ്പറായതിൻ്റെ വന്നതിന് ശേഷം ഈ കാര്യങ്ങൾ വളരെ സമർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ ഫിറോസിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സമാധാനമായി, പെട്ടെന്ന് പൂർത്തിയാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നീക്കാനുള്ള പരിപാടി വേഗം ചെയ്യണം. ഞങ്ങളെ വളരെ കാലത്തെ ഒരാശങ്കയ്ക്ക് പരിഹാരമായി എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. അപ്പോൾ ഈ കല്ല് മഴക്കാലം വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ആശങ്കയാണ്. ഇതിൽ നടന്നു പോകുമ്പോഴും വണ്ടി കൊണ്ട് പോകുമ്പോഴും ഇവിടെ ഈ മുകളിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ആശങ്കയിലായിരുന്നു. ഇപ്പോൾ അതിനൊരു പരിഹാരമായി എന്നുള്ള നിലക്ക് വർഷങ്ങളോളം ഇതിൻ്റെ പിന്നാലെ നടന്ന് ഞങ്ങളെ വാർഡ് മെമ്പറും സുഹൃത്തുമായ ഫിറോസും ജാഫറാക്ക അങ്ങനെ ഇതിൻ്റെ പിന്നാലെ ഒരുപാട് ആൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സർക്കാർ ഇപ്പോൾ ഇതിന് ഫണ്ട് അനുവദിച്ച് ഉത്തരവായി എന്നില്ല റിപ്പോർട്ട് ഇപ്പോൾ ഒരു ആഴ്ച കൊണ്ടാണ് കിട്ടിയത്. അപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ. ഈ കൂറ്റൻ പാറക്കല്ല് താഴേക്ക് പതിക്കുകയാണെങ്കിൽ തിണ്ടിലംകുന്നിന് താഴെയുള്ള വീടുകൾ പൂർണ്ണമായി തകരുന്നതിനും ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലനിന്നിരുന്നത്. മഴക്കാലം ആരംഭിച്ചാൽ അപകട ഭീഷണി ഉയരുന്നതിനാൽ പ്രദേശവാസികൾ മറ്റിടങ്ങളിലേക്ക് മാറുകയായിരുന്നു പതിവ്. ഈ പാറക്കല്ല് പൊട്ടിച്ചു കളയുന്നതിലൂടെ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിനാണ് പരിഹാരമാവുക. 25 ലക്ഷം രൂപയാണ് പാറ പൊട്ടിച്ചു മാറ്റുന്നതിനായി വകയിരുത്തിയിരിക്കുന്നത്. പാറക്കല്ല് താഴേക്ക് പതിച്ചാലുള്ള ഭീകരാവസ്ഥയെക്കുറിച്ച് വാർത്ത നൽകിയതും വാർഡ് മെമ്പർ നവകേരള സദസ്സിലും മുഖ്യമന്ത്രിയുടെ അദാലത്തിലും ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയതും വർഷങ്ങളായി പ്രദേശവാസികൾ അധികാരികളോടും ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടതും അടിയന്തിരമായി പാറ പൊട്ടിച്ചു കളയാൻ സർക്കാർ നിർദ്ദേശമാകുന്നതിന് വഴിയൊരുക്കി. ഏറെക്കാലത്തെ ഈ നാട്ടുകാരുടെ ഒരു ആവശ്യമായിരുന്നു ഈ അപകടകരമായി നിൽക്കുന്ന ഈ പാറക്കല്ല് നീക്കം ചെയ്യുക എന്നുള്ളത്. 1992 മുതൽ തന്നെ വിവിധങ്ങളായ നിവേദനങ്ങളും മറ്റു പരാതികളൊക്കെ ഉയർന്ന് വിവിധ അധികാരികളുടെ കയ്യിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും നാളിതുവരായി അത് മാറ്റുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങളും സാമ്പത്തിക പ്രയാസത്തിൻ്റെ ഭാഗമായി ഇത് മാറ്റുന്നതിൽ ഒരു നടപടികളും ആയിട്ടുണ്ടായിരുന്നില്ല. മന്ത്രിമാരുടെ അദാലത്തിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായും വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ നൽകിയ നിവേദനത്തിന് ഒരു ഫലം വന്നിരിക്കുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിൽ നിന്നും 25 ലക്ഷം രൂപ ഈ പാറക്കല്ല് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഉത്തരവിറങ്ങിയിരിക്കുകയാണ്. ഏറെ സന്തോഷകരമായ ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഏറെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനിത് എടുക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആവുന്ന കാലം മുതൽ ഇതിൻ്റെ പിന്നാലെ പലവിധ നിവേദനം കൊണ്ടും നടന്നതാണ്. അതിനുശേഷം വിദ്യാഭൂഷണി ഗ്രന്ഥാലയത്തിൻ്റെ ഭാഗമായും അതുപോലെ വാർഡ് മെമ്പർ എന്നുള്ള നിലയിലൊക്കെ വിവിധങ്ങളായ അതോറിറ്റികൾക്ക് മുമ്പിലും സർക്കാർ സംവിധാനങ്ങൾക്ക് മുമ്പിലൊക്കെ ഈ പ്രശ്നം അവതരിപ്പിക്കുകയും ഓരോ സമയങ്ങളിലും അധികാരികളൊക്കെ ഇത് പൊളിച്ചു മാറ്റേണ്ടതാണെന്ന് പറയുമ്പോഴും അതിൻ്റെ സാങ്കേതികത്വവും അതിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ മൂലവും അത് ഒരു ഞാനിന്മേൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നാട്ടിലെ ഈ പാറയുടെ അടിയിൽ നിൽക്കുന്ന ആളുകൾക്കെന്ന് മാത്രമല്ല
ഇതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന, ഇതിനോട് ബന്ധപ്പെട്ട ഒരുപാട് പൊതുപ്രവർത്തകർ ഇതിന് പിന്നിൽ നിന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ വിവിധ സമയങ്ങളിൽ വന്ന് ഓഫീസർമാർ വരുമ്പോൾ അതിൻ്റെ കൂടെ കയറി പോരുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ പ്രദേശവാസികളല്ലാത്ത കുറേ ആളുകൾ, വായനശാലയുടെ പ്രസിഡന്റ് ജാഫ്രാക്ക, അതുപോലെ അനിൽ, കുട്ടിമാനു, ഷിയാബ് മാനു, ഇങ്ങനെ തുടങ്ങി പിന്നെ നാട്ടിലെ അടിഭാഗത്ത് താമസിക്കുന്ന വീട്ടിലെ ആളുകളൊക്കെ പുറമെ, അതിന് പുറമെ അവിടുത്തെ ക്ലബിൻ്റെ ഭാരവാഹികൾ, ഇവരൊക്കെ ഓരോ സമയങ്ങളിലും വിവിധങ്ങളായ സഹായങ്ങളാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ഫണ്ട് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ, ഇപ്പോൾ ചാനൽ 10 ഉൾപ്പെടെയുള്ള ന്യൂസ് ചാനലുകൾ, അവരൊക്കെ കൊടുത്ത വാർത്ത വളരെ ശ്രദ്ധാപൂർവം, അത് വലിയ തുണയായി. ഇവിടുത്തെ തഹസിൽദാർക്കായാലും ജില്ലാ ജോഡിസിനായാലും ഒക്കെ നല്ല എത്രയും പെട്ടെന്ന് വന്ന് നോക്കുന്നതിനും എത്രയും പെട്ടെന്ന് തന്നെ അവരെ അഭിപ്രായങ്ങൾ രേഖപ്പെടുന്നതിനും ഓർഡർ ആക്കുന്നതിനും തുടർ നടപടി നീക്കുന്നതിനും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തുണയായിട്ടുണ്ട്. ഉറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ പുലരി കാണാനാകുമോ എന്ന ഭീതിയിലായിരുന്നു ഇവിടുത്തെ ഓരോ മനുഷ്യരുടെയും ജീവിതം. തിണ്ടിലേക്കുന്നിൻ്റെ മുകളിൽ ഈ കല്ല് ചെറുപ്പകാലം മുതലേ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കല്ലാണ്. അതിന് ഒരു ക്രാക്ക് വന്നിരുന്നു. അപ്പോൾ ഒരു 92-ന് ശേഷം ആ ക്രാക്ക് വികസിച്ച് വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ പേടി തോന്നി. അങ്ങനെ ഞങ്ങൾ നാട്ടുകാർ കൂടി ഇത് എല്ലാ ഉദ്യോഗസ്ഥ സമ്മർദ്ദത്തിൽ അപേക്ഷ കൊടുത്ത് അതിൻ്റെ പിന്നാലെ ആൾക്കാർ പോയി എല്ലാവരും അതിന് വേണ്ട സഹകരണം ചെയ്യാമെന്നെല്ലാ നാട്ടുകാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഒരു ഫണ്ട് പര്യാപ്തി കാരണം ഇത് ഇപ്പോൾ ജാഫർ സാറ് പറഞ്ഞ മാതിരി ഇത് നീക്കം ചെയ്യണ ബുദ്ധിമുട്ടും ഫണ്ടിൻ്റെ ഒരു നിലപാടും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ പെൻഡിങ് ആയിട്ട് പോകുന്നു. 98-ൽ പിന്നെ വീണ്ടും അപ്രോച്ച് ചെയ്തിട്ടും കലക്ടർ വന്ന് നോക്കി ഇവിടെ ഇതിൻ്റെ മുകളിലുള്ള എല്ലാ ഖനനങ്ങളും ഇതിൻ്റെ പാടില്ല എന്നുള്ളത് വില്ലേജ് ഓഫീസർക്ക് വേണ്ട നടപടികൾ കൊടുക്കുകയും ചെയ്ത് അങ്ങനെ നിന്ന് പിന്നെ ഫിറോസ് വന്നതിൻ്റെ ശേഷം 2000-ന് ശേഷം ഇതിൻ്റെ പിന്നാലെ ജാഫർ സാറ് പിന്നാലെ കൂടി അങ്ങനെ പോയിട്ട് ഇപ്പോൾ ഫിറോസാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ നാട്ടുകാർക്ക് ഒരു സമാധാനത്തിൽ നിൽക്കുന്നത്. പക്ഷേ രാത്രി കിടന്നാൽ രാവിലെ നീക്കുമെന്നുള്ള ധൈര്യം ഇപ്പോഴും ഞങ്ങൾക്കില്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ അത് വരുമോ എന്നുള്ളതൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ച് ദിവസം മുമ്പ് അതിനൊരു ഉത്തരവായി അത് നീക്കം ചെയ്യാനുള്ളൊരു തീരുമാനത്തേക്ക് എത്തിയെന്ന് കേട്ടപ്പോൾ വലിയൊരു സന്തോഷമായിരുന്നു. ഈ നാട് മൊത്തം എല്ലാവർക്കും, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാരാണെങ്കിലും തൊട്ടപ്പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും നമ്മളെ മെമ്പർ ചെയ്തെന്ന് വലിയൊരു കാര്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ പ്രോസസ്സോ കാര്യങ്ങളോ ഞങ്ങൾക്ക് അറിയില്ല. കാരണം അത്ര എളുപ്പമുള്ള കാര്യമല്ല ആ ഒരു കല്ലവിടെ നീക്കം ചെയ്യാന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിന് പരിഹാരം കാണാമെന്നുള്ളൊരു സംശയത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി അത് അലോട്ടായി എന്നുള്ളതിൽ വലിയൊരു സന്തോഷമുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പാറ പൊട്ടിച്ചു കളയുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇനി തിണ്ടിലക്കുന്നിന് സമീപത്തെ ജനങ്ങൾക്ക് സമാധാനമായി അന്തിയുറങ്ങാം. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.